നോക്കൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനയും സന്ദേശവുമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നത്. തന്നെ വിമർശിക്കുന്നവരെ ജയിലഴിക്കുള്ളിലാക്കും എന്ന് നരേന്ദ്രമോദി പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മറക്കുന്നതെന്ന് അറിയില്ല. രാഹുൽ ഗാന്ധി ഒരു ചെറിയ ഇഞ്ചിൻ്റെ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറയില്ല, ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലല്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നോക്കൂ, അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ലോവർ കോർട്ടിൽ, വിചാരണ കോടതിയിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി, അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ അയോഗ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് ചെറിയൊരു വ്യത്യാസത്തിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ അതിൽ നിന്ന് മോചിതനാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണോ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് അവരെയൊക്കെ വിടാതെ പിന്തുടരുന്നുണ്ട് നരേന്ദ്രമോദി. അത് ഈ രണ്ടാം ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ, ഇനി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും അവസ്ഥ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി, എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നത്? മനീഷ് സിസോദിയ 1 വർഷത്തിലേറെ കാലമായി ജയിലിലാണ്. ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഏതാണ്ട് അതേ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം 2025 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് അരവിന്ദ് കെജ്രിവാൾ രംഗത്തേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രത്യേകത? ആം ആദ്മി പാർട്ടി ഒരു പ്രത്യേക ഐഡിയോളജി ഒന്നും വെച്ചിട്ടല്ല അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അതിന് ഒരു സംഘടനാ രൂപം പോലും ഇല്ല. അതിനാകെയുള്ള ആളാരാണ്? അതിൻ്റെ ഒരു കൺവീനറുണ്ട്, അല്ലേ? ഒരു സംസ്ഥാന കൺവീനറും ഉണ്ട്, ഒരു ദേശീയ കൺവീനറും ഉണ്ട്. അതിന് ട്രഷറർ ആരാണെന്ന് അറിയില്ല, ജനറൽ സെക്രട്ടറി ആരാണെന്ന് അറിയില്ല, എന്തെങ്കിലും കമ്മിറ്റി അതിനുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിൽ അധിഷ്ഠിതമായി മാത്രം പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും കുശൂഷിക്കുന്ന കാര്യമാണ് ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നത്. അത് രണ്ടുപേരും പിടിച്ച് ജയിലിടുന്നതോടുകൂടി ഈ സാധനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയുടെ രീതി. നോക്കൂ, അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, അത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടിയൊന്നും അനുകൂലിക്കുന്ന ആളേ അല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോളജി ഇല്ലാത്ത, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്താണോ BJP രാഷ്ട്രീയം പയറ്റുന്നത് സമാനമായ രീതിയിൽ ഒരുപക്ഷെ ഹിന്ദുത്വ ലൈൻ പോലും എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. 370 സ്വാഗതം ചെയ്തു, പിന്നെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ വിധിയെ സ്വാഗതം ചെയ്തു. ആ നിലയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സമയത്ത് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അയാളുടെ സ്റ്റേറ്റ് ആണത്, ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൂടി കാണണം. നോക്കൂ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ സംഭാവന നൽകിയവരുടെ മേൽവിലാസം വെളിപ്പെടുത്തുന്നതിനെ ഭയക്കുകയാണ്. ഞാനത് പൊതുവായി ഈ സർക്കാർ എന്തിനെയൊക്കെയാണ് ഭയക്കുന്നതെന്ന് നോക്കാം. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. ഇത് ആരൊക്കെയാണ് സംഭാവന തന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പാടില്ല. ജൂൺ 30 കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ 7 ഘട്ടവും പൂർത്തിയായി, തെരഞ്ഞെടുപ്പ് റിസൾട്ടും വന്നതിന് ശേഷം മാത്രം പൊതുസമൂഹം അറിഞ്ഞാൽ മതി എന്ന് ഭയക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. മാധ്യമങ്ങളെ നിശബ്ദമാക്കുന്നു. ആ വിമർശനം നേരത്തെയുണ്ട്. ഇലക്ഷൻ കമ്മീഷനിലെ ഒരു അംഗം രാജിവെച്ചിട്ട് എന്താ കാരണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോഴും അറിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കപിൽ സിബൽ പോയി പറഞ്ഞത് എന്താണെന്നറിയാമോ? ലോവർ കോടതിയിലേക്ക് അയക്കല്ലേ എന്നാണ്. ലോവർ കോടതിയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് കപിൽ സിബൽ പറയുന്നത്, കോടതികളുടെ ചരിത്രം രചിക്കുമ്പോൾ ഈ കോടതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഘട്ടത്തെക്കുറിച്ച് തങ്കലിപികളിലായിരിക്കില്ല എഴുതുക എന്ന് പറയുമ്പോൾ ലെറ്റ് സി എന്ന മറുപടിയാണ് ആര് നൽകുന്നത്? അവിടെ ഇരിക്കുന്ന ജസ്റ്റിസുമാർ പറയുന്നത് എന്നുള്ളൊരു അവസ്ഥ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുന്നു. അവർക്കെതിരായിട്ടുള്ള നിരന്തരം, ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആകെ വടക്കേ ഇന്ത്യയിൽ ഒരൊറ്റ കോൺഗ്രസ് ഗവൺമെൻറ്റേ ഉള്ളൂ. ഇന്ന് 9 MLA-മാരാണ് രാജിവെച്ച് ജനവിധി തേടാൻ പോകുന്നത്. ഈ 9 MLA-മാരെയും ഈ വലിയ പണം ഉപയോഗിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അവിടുത്തെ സുഖു സർക്കാർ തുലാസിലായി കഴിഞ്ഞിരിക്കുന്നു. സുഖുവിനും BJPക്കും ഏതാണ്ട് ഒരേ സീറ്റുകൾ എന്നുള്ള നില വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ സർക്കാരിനെ നിലനിർത്തില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം നടത്തുന്നുണ്ട് ആവർത്തിച്ച് ഈ രാഷ്ട്രീയ പാർട്ടി. പിന്നെ ഈ ഗവർണർമാരുടെ കാര്യം നമ്മൾ നേരത്തെ വിലയിരുത്തി, അത് ഇനിയിപ്പോൾ ആവർത്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി വളരെ കാലത്തിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറയുന്നത്. എന്നിട്ട് പറയുന്നത് സീതാറാം കേസരി ട്രഷറായിരിക്കുന്ന കാലഘട്ടത്തിലെ കേസ് കണക്കെടുത്തിട്ട് പറയുകയാണെന്നാണ് പറയുന്നത്. എത്ര BJP ഈ പറയുന്ന ആദായ നികുതിക്ക് അടച്ചു എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു കണക്കുമില്ല. ആർക്കെങ്കിലും എന്നുള്ള രാഷ്ട്രീയ പാർട്ടി അടക്കാറില്ല എന്നാണ് 160 വർഷം പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടി പറയുന്നത് എന്നുള്ളതാണ്.
നോക്കൂ, ഇവർ അഴിമതി പറയുന്നു. ഒറ്റ ചോദ്യമല്ലേ ബി ജെ പി സർക്കാരിനോടുള്ളൂ. 2014 നരേന്ദ്രമോദി എൻട്രി ചെയ്തത് എങ്ങനെയാണ്? 2004 മുതൽ 2014 വരെയുള്ള 2 UPA സർക്കാരുകളുടെ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ട്, ശരിയാട്ടോ, വലിയ അഴിമതി നിറഞ്ഞ സർക്കാർ, ഈ 2 അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടാണ്, ഈ 2 സർക്കാരുകളുടെ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. 2014 മുതൽ 2024 വരെ ആയല്ലോ. അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണോ? ഒരൊറ്റ കേസ് ഇന്നാണിപ്പോൾ 2G പിന്നെ CBI വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെ 6 വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2014 മുതൽ 2024 വരെയുള്ള ആ കാലഘട്ടത്തിലെ ഒരഴിമതി പോലും അന്വേഷിച്ച് ഒരൊറ്റയാളെ പോലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനാകാത്ത സർക്കാരാണ് ഈ പറയുന്ന അഴിമതിയുടെ പേരിൽ ഇപ്പോൾ പുതിയ അന്വേഷണങ്ങളും പുതിയ നേതാക്കളെ ഇതാവുകയും ചെയ്ത്. നോക്കൂ, അതിനോട് നമുക്കിപ്പോൾ പറയാവുന്നൊരു കാര്യമുണ്ട്. അന്ന് ഈ പറയുന്ന 2Gയും അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസും മാത്രമല്ല, DLF വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ വളരെ വികാരഭരിതമായി ആങ്കർ ചെയ്തിട്ടുള്ള വിഷയമാണ് DLF. എന്താ DLFിൻ്റെ കാര്യത്തിനകത്ത് സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്ര ഒരു DLFുമായിട്ടുള്ള ഡീലിൽ വലിയ നിലയിൽ തുക സമ്പാദിച്ചു എന്നുള്ളതാണ്. 2019 ജനുവരിയിൽ DLFിൽ CBI ഓഫീസർമാർ റെയ്ഡ് ചെയ്യുകയാണ് ഭൂമി അലോക്കേഷൻ കേസിൽ. 2019 ഏപ്രിൽ 2019 ജനുവരിയിലാണ് DLFിൽ റെയ്ഡ് നടക്കുന്നത്, CBI ആണ് റെയ്ഡ് നടത്തുന്നത്. 2019 ഏപ്രിൽ മെയ് മാസങ്ങളിൽ 25 കോടി രൂപ ബോണ്ടിൽ കൊണ്ടു കൊടുക്കുന്നു. ആ കേസ് അവസാനിക്കുന്നു. അപ്പോൾ റോബർട്ട് വദ്രയെക്കുറിച്ച് നമ്മളൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതും വലിയ ജനരോഷം ഉണ്ടാക്കിയ കേസാട്ടോ ഈ റോബർട്ട് വദ്രയുടെ കേസ്. സോണിയാഗാന്ധിയുടെ കുടുംബത്തെ എന്ന് വെച്ചാൽ നെഹ്റു ഗാന്ധി കുടുംബത്തിനെ പോലും ആളുകൾ വെറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ കുടുംബത്തിലുണ്ടായിരുന്നവരെ കുറിച്ചല്ല, കയറി വന്ന റോബർട്ട് വദ്രയുടെ ഈ അഴിമതിയെ കൊണ്ടാണ് നമ്മൾ ആ കുടുംബത്തെ ഒരുപക്ഷെ പടിക്ക് പുറത്താക്കിയത്. 2014 42 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന്. ആ കേസ് പോലും ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതാണ്. ഒരു കാര്യമാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, അതുപോലെ നേരത്തെ വന്നിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യ വിഷയം, ഇതിൽ നിന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം തിരിച്ചറിഞ്ഞാൽ, ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു നേതാവിനും പ്രവർത്തിക്കാനാകില്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. Meet the editors.